ഫാഷൻ വസ്ത്രങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ ലാവിഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് എന്ന. നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പനച്ചവിളയിൽ പബ്ലിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി സെപ്റ്റംബർ 6 മുതൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന സാംസ്കാരിക സമ്മേളനം കവി ഗണപൂജാരി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് കെ ബാബു പണിക്കർ അധ്യക്ഷത വഹിച്ചു. ജെ മോഹനകുമാർ സ്വാഗതം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി, പ്രദീപ് കണ്ണങ്കോട്, രഞ്ജു സുരേഷ്, ആർ ഷാജു, വി സുന്ദരേശൻ, ബി മുരളി, അഖിൽ മോഹൻ എന്നിവർ സംസാരിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. കൊണ്ടുവരുന്ന ചക്കപ്പണ്ണമാരായിട്ടുള്ള കൊടവയറുള്ള വെളുത്തുരുണ്ട കട്ടകളാണോ മഹാബലി എന്നൊരു ചോദ്യമുണ്ട്. ആയോധനകലയിൽ അഗ്രഗണ്യനായിരുന്നു മഹാബലി എന്നാണ് പുരാണം പറയുന്നത്. ദേവേന്ദ്രൻ പോലും ഭയന്ന് ഒളിച്ചോടിയിരുന്നത്. ആ ആയോധനകലയിൽ അഗ്രഗണ്യനായിരുന്ന ഈ മഹാബലി എന്ന് പറയുന്ന മനുഷ്യർ ഏതാണ്ട് ഒരു 8-9 പാക്ക് ആണ് ബോഡിയൊക്കെ. ആ മനുഷ്യനെ ഒരു കൊടവയറിനാക്കി വെളുത്ത ഇരുണ്ട്, അതും അസുരന്മാര് കറുത്തവരെന്നാണ് പറയുന്നത്. എന്നിട്ട് ആ രീതിയിൽ കൊണ്ടുവരുന്നതിനെ മാറ്റിക്കൊണ്ടാണ് മലയാളി അതിനെ സ്വീകരിച്ചു എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ സാരം എന്തെന്ന് വെച്ചാല്, ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും കഴുകക്കണ്ണുകളോടെ കറങ്ങുന്ന വർഗീയതയുടെ കൊടും ക്രൂരത നിറഞ്ഞ വിഷപ്പാമ്പുകളെ തിരിച്ചറിയാൻ കൂടി ഈ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് അറിയാൻ കഴിയണം. നമ്മൾ വിവിധ മതസ്ഥരാണ്, നമ്മൾ ഒത്തൊരുമിച്ച് കൊള്ളുന്നതാണ് ഓണവും എല്ലാ ആഘോഷങ്ങളും. ഇപ്പൊ നബിദിനവും ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാ ആഘോഷവും നമ്മൾ ഒത്തൊരുമിച്ച് കൊള്ളുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വിഷം വലിച്ചെറിയാൻ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ കൂടി എന്റെ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരങ്ങളും തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. ഇപ്പൊ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ സന്ധ്യക്ക് ദയവ് ചെയ്ത് നമ്മുടെ ഈ സന്ധ്യാസമയത്ത് കൊണ്ടുവന്ന സ്ക്രീനിൽ കാണുന്ന ആ ഒരു സാധനം ഒന്ന് ഓഫ് ചെയ്യണം. സീരിയലി വല്ലാത്തൊരവസ്ഥയാണ്. ഇവിടുത്തെ അമ്മമാരുടെ സഹോദരിമാരുടെ മാനത്തിന് വിലയിടുന്ന സീരിയലുകളുടെ കഥകളാണ് കാണുന്നത്. മാനത്തിന് വിലയിടുന്നതാണ്. എല്ലാ സീരിയലും എടുത്തു നോക്കുക, എല്ലാത്തിനകത്തും ഒരു പെണ്ണും കാണും ഒരു കൊച്ചും കാണും, രണ്ട് ഉത്തരവാദികളാരും കാണുന്നു. ഇതിങ്ങനെ വെച്ചേക്കും. എല്ലാത്തിനകത്തും ഒരാളെ സ്നേഹിക്കുക, വേറൊരാളെ വിവാഹം കഴിക്കുക, മറ്റൊരാളുടെ കുട്ടിയായിട്ട് എന്ന സീരിയലിന്റെ പേര് പതിവ്രത എന്ന് കൊടുക്കും. ഇതാണോ ഇവിടുത്തെ ഒരു? അത് വേണ്ടാന്നോ? മറിച്ച് ആ സമയത്ത് ചരിത്രങ്ങളും പുരാണങ്ങളും സത്യങ്ങളും എല്ലാം സത്യസന്ധമായി മക്കളെ എടുത്തു വെച്ച് പറഞ്ഞു കൊടുക്കുന്ന ബോധമുള്ള അമ്മമാരുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ നാട്ടിലെ വരുന്ന തലമുറയെ പിഴപ്പിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയണം. അതാണ് അമ്മയുടെ പ്രാധാന്യം.